എനിക്ക് ആ കുട്ടിന്റെ പേരോ അറിയില്ല, വീടോ അറിയില്ല, കുട്ടിനെ കണ്ടിട്ടില്ല, ഇന്ത്യയിലാണോ പോലും അറിയില്ല. പക്ഷെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പോസിറ്റുള്ള ഒരാൾ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ ബ്ലഡ് കൊണ്ട് അവർക്ക് ഒരു പുതിയ ജീവിതം കിട്ടും. ഞാനിന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പ്രവാസികളുടെ അഭിമാനമായി മാറിയ അംജദിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഇന്ന് രാവിലെയാണ് അവൻ നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയത്. ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തൊരു 10 വയസ്സുകാരനായി ഇന്നലെയാണ് അവൻ മൂലകോശം ദാനം ചെയ്തത്. പതിവ് പോലെ ഊർജ്ജസ്വലനാണ്. മുഖം നിറയെ സന്തോഷമാണ്. വലിയ കാര്യമാണ് ചെയ്തത് എങ്കിലും എളുപ്പത്തിലുള്ള നടപടികളാണ് ഇതിന് എന്നാണ് അംജദ് പറയുന്നത്. നമ്മൾ ബ്ലഡിൽ നിന്നാണ് കളക്ട് ചെയ്തത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ സമയത്തുള്ള ചെറിയൊരു മീൻസ് തലവേദന അങ്ങനത്തെ ഒരു ഡോക്ടർമാർ നമ്മളോട് ആദ്യമേ പറയും അതിനുള്ള പെയിൻ കില്ലർ പാരസെറ്റമോളൊക്കെ തരും. വെള്ളം ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് കീപ്പ് ചെയ്താൽ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ആവും. ഞാൻ ഇപ്പൊ ഇന്നലെ കൊടുത്തതാണ്. ഇന്നലെ രാവിലെ തുടങ്ങി ഇന്നലെ 4 മണിക്കൂർ പ്രോസസ്സാണ്. ഇന്നലെ കൊടുത്ത് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കയറി. സംഗതി അപൂർവമായതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ കിട്ടിയോ എന്ന ചോദ്യത്തിന് അംജദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. പേയ്മെന്റ് കാര്യം നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, അവർ നമുക്കില്ല, അങ്ങനെ ഇല്ല. അതിന്റെ ഞാനൊരു സൈൻ ചെയ്യാനുണ്ട് പേപ്പറിന്. അതിൽ അവർ പ്രത്യേകിച്ച് എഴുതുന്നുണ്ട്, ഡോണർ പേയ്മെന്റ് കൊടുക്കുന്നില്ല, പേയ്മെന്റ് ആയിട്ടുള്ള ഒരു ഇതുമില്ല. നേരത്തെയും നിരവധി തവണ രക്തദാനവും ഒപ്പം പ്ലേറ്റ്ലെറ്റും ദാനം ചെയ്ത അംജദിന് ഇതും ഒരു സാധാരണ സംഭവം മാത്രമാണ്. ഒരു ജീവൻ രക്ഷിക്കാനായതുകൊണ്ട് തന്നെ ഭാര്യയും ഉമ്മയും ഉപ്പയും സഹോദരനും അടങ്ങുന്ന കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി. എല്ലാവരും ഇനിയും കൂടുതലായി ഈ മേഖലയിലേക്ക് വരണമെന്നാണ് അംജദിന്റെ ആഗ്രഹം. നിലവിൽ അജ്മാനിലെ പെസ്കാഡോ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അംജദിന്റെ സ്വന്തം നാട് മുക്കം ചേന്ദമംഗലൂരാണ്.